ഞാൻ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഓർ സിനിമ, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ബിസിനസ് ഏതെങ്കിലും രീതിയിലൊരു സെലിബ്രിറ്റി ഫേസ് ഉള്ള ആളുകൾ ഇവരൊക്കെ പോയിട്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഫേസ് ആയിട്ട് മാറിയിട്ട് പിന്നെ ആ ബ്രാൻഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ബ്രാൻഡ് കൊടുക്കുന്ന അവരുടെ സർവീസിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ ബ്രാൻഡിൻ്റെ ഫേസ് ആയിട്ട് നിൽക്കുന്ന ഏതൊരു സെലിബ്രിറ്റിയാണോ ആ സെലിബ്രിറ്റിയുടെ തലയിലായിരിക്കും എല്ലാം കൂടിയും പോയി ചാടാൻ പോകുന്നത്. ഓക്കെ, നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. കുറേ മുന്നേ ഈ മമ്മുക്ക ഇന്ദുലേഖ വിഷയം നമ്മൾ കണ്ടതാണ്. ഇപ്പം റീസെൻ്റ്ലി ദുൽഖർ സൽമാൻ്റെ ഒരു വള്ളി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൊക്കെ പൊട്ടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ ബിരിയാണി റൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അങ്ങനെ ഹൈ പ്രൊഫൈൽഡ് സെലിബ്രിറ്റീസിനടക്കം ഒരു ബ്രാൻഡിൻ്റെ പ്രമോഷൻ ഫേസായിട്ട് ഒരു ബ്രാൻഡിൻ്റെ പ്രമോഷനൊക്കെ ചെയ്ത് കറക്റ്റ് അങ്ങോട്ട് എന്താ പറയുക, വള്ളിയായ പിന്നെ വള്ളിയായിട്ട് തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കിയും കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ എംഫോടെക്, നമ്മുടെ ജിയോ മച്ചാൻ, ഈ വിഷയം ഒരു വർഷം മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രൊഫൈലിൽ കാണുന്ന ട്രാവൽ വിത്ത് ജിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തി തന്നെയായിരുന്നു അന്നും ഈ ആദിവാസി ഓയിലിൻ്റെ ഒരു പ്രൊമോഷൻ അത്യാവശ്യം മലയാളത്തിൽ തന്നെ കുറേ അധികം ടോപ്പ് ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ടൈമിൽ ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹിന്ദിയിലും തമിഴിലും കന്നഡയിലും ഒക്കെ ആയിട്ട് ഇന്ത്യയിലെ പല ലാംഗ്വേജിലുള്ള ആളുകളും ഈ ആദിവാസി ഓയിലിൻ്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പൈസ മുടക്കിയിട്ട് തന്നെയാണ്. ഈ പേരിൽ മാത്രമേ ആദിവാസി സെറ്റപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. കാശൊക്കെ മുടക്കി അത്യാവശ്യം ഈ സാധനം പ്രൊമോട്ട് ചെയ്യാൻ ഇവർ കണ്ടുപിടിച്ച ഭയങ്കരമായിരുന്നു. കാരണം ഒറ്റയടിക്ക് പാൻ ഇന്ത്യൻ ലെവലിലാണ് ഇവർ ഈ ആദിവാസി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഓയിൽ ബ്രാൻഡ് ചെയ്തത്. ആ കൂട്ടത്തിൽ തന്നെ ജിയോ മച്ചാൻ അടക്കമുള്ളവർ പോയിട്ട് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തന്നെ ഈ ട്രാവൽ വിത്ത് ജിൽ എന്ന് പറഞ്ഞുള്ള ഈ ചാനലിലുള്ള ചങ്ങായി ഈ ആദിവാസി ഓയിൽ എംഫോർടെക്കിൻ്റെ വീഡിയോ കണ്ട് മേടിച്ചു. എന്നിട്ട് തലയിൽ മുടി പോയി ആകെ വിഷയമാണ് എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇന്നലെ എഗെയിൻ വേറൊരു വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു തീർന്നില്ലേടെ ഈ സാധനം എന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ ഈ ചങ്ങായിട്ട വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഞാൻ ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ മുടിയെ കുറിച്ച്. ഞാൻ നാട്ടിൽ നിന്നൊരു പ്രമുഖ യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എണ്ണയെ കുറിച്ച്. ആ എണ്ണ വരുത്തിച്ചിട്ട് ഞാനത് തേച്ചിട്ട് എൻ്റെ മുടി പോയിരുന്നു. ഇപ്പം എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിറച്ച് പെട്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് കാണാം. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആൾക്ക് നേരിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ എംഫോർടെക് ജിയോ മച്ചാൻ തന്നെയാണ്. ഞാൻ ആൾക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു, മച്ചാനെ ഇത് ഫേക്കാണ്, മച്ചാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ വീഡിയോ ചെയ്യുക എന്നുള്ളത് ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു. ആൾ മെസ്സേജൊക്കെ കണ്ടു, അപ്പം തന്നെ ഒരു റിപ്ലൈയും തന്നില്ല. അപ്പം തന്നെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ കുറേ പ്രാവശ്യം ഞാൻ ആലോചിച്ചു, ഇതിന് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചതാണ്. പിന്നെ എൻ്റെ അമ്മച്ചി എനിക്ക് ഉണ്ടാക്കി തന്നെ എണ്ണ ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് പെട്ടെന്ന് വളരും അത്രയ്ക്കും വിശ്വാസമുള്ള മച്ചാനുള്ള പറയണത്. അതായത് കൊച്ചു കുട്ടികളടക്കം വിശ്വസിച്ച് ഓരോ പ്രൊഡക്റ്റ് വാങ്ങിച്ച്, മച്ചാൻ്റെ പല പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പവും ഇതുവരെ പറ്റിയിട്ടില്ല. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. ആ സിനിമാ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ജോലി ഉപേക്ഷിച്ച് ഇപ്പം നാട്ടിലുണ്ട്. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എണ്ണ വാങ്ങിച്ച് തേച്ചതാണ്. മറ്റേ പ്രകൃതിയുടെ ഹിക്കി പിക്കി കമ്മ്യൂണിറ്റിയുടെ, ആദിവാസി കമ്മ്യൂണിറ്റിയുടെ മച്ചാൻ നമ്മുടെ മൈസൂരൊക്കെ പോയി ചെയ്ത വീഡിയോ ആണ്. മൈസൂർ പോയി ചെയ്തിട്ട് ആള് ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രമോഷൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആള് ഡിലീറ്റ് ചെയ്തത്. എനിക്ക് ഇത്രയും വിഷമം തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ അപ്പം തന്നെ ആള് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ ഒരു റിപ്ലൈയും തന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ബ്ലോക്ക് ചെയ്ത സ്ഥിതിക്ക് എൻ്റെ ഒരു വാശിയായിട്ട് തന്നെ നിങ്ങൾ കൂട്ടിക്കോ. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളൂ. എൻ്റെ വീട് മാളവനെയാണ്.
എന്നെ എല്ലാവരും ജിൽജിൽ മാളവനാന്നാണ് വിളിക്കണേ. ഞാൻ അത്യാവശ്യം മിമിക്രിയും കാര്യങ്ങളൊക്കെ ചെയ്ത് റിയാദിലായിരുന്നു. എൻ്റെ സ്റ്റേജിൽ കയറാനുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു, എൻ്റെ ഒരു ജീവന് തുല്യം സ്നേഹിക്കണ ഒരു മുടിയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ മുടീനെയാണ്. ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ തെളിവായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇതെൻ്റെ പോയ മുടിയും ഞാൻ ഉപയോഗിച്ച എണ്ണയാണ് ഇത് പ്രകൃതി. ഈ ഒരു വ്യക്തി ഞാൻ പറഞ്ഞല്ലോ 1 വർഷം മുമ്പ് തന്നെ ഈ ഒരു ഓയിൽ വാങ്ങി തേച്ചു എന്നും ആ കാരണം കൊണ്ട് ഇയാളുടെ മുടിക്ക് സാരമായ കൊഴിച്ചിൽ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ 1 വർഷം കഴിഞ്ഞ് വീണ്ടും ഇയാൾ ഇത് വന്ന് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം. എംഫോടെക്കിനാണെന്നുണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ജിയോ മച്ചാനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം അയാൾ പ്രൊമോട്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, അയാൾ ബ്രാൻഡ് അംബാസിഡർ ഒന്നുമില്ല, ബട്ട് ഹീ പ്രൊമോട്ടഡ് ദ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പം ഞാൻ നാളെ വന്നിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് തന്നിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ഏറ്റവും വലിയ ബേർഡൻ അവിടെ ആയിരിക്കുന്നത്. നമ്മളൊരു സാധനം വൺസ് ലൈഫിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മളെ തലേന്ന് ആ സാധനം പോകില്ല. മനസ്സിലായി? എത്ര നല്ല സാധനമാണ് ആ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു ടൈമിൽ ആർക്കെങ്കിലും ഇതേപോലെ ഒരു വേസ്റ്റ് എഫക്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ബ്രാൻഡ് എന്തെങ്കിലും രീതിയിലൊരു വേസ്റ്റ് ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വരാൻ പോകുന്നത് പ്രൊമോട്ട് ചെയ്ത ഒരു കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ തലയിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനത്തെ പ്രൊമോഷൻസ് ചെയ്യാൻ മടിക്കുന്നതും ചെയ്യാതിരിക്കുന്നതും. സോ നമുക്കറിയാം എംഫോടെക് അത്യാവശ്യം ഒരുപാട് പ്രൊഡക്റ്റുകൾ മേടിച്ച് അയാൾ കയ്യിൽ നിന്ന് പൈസ ഇട്ടും വാങ്ങും, അല്ലാതെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഓരോ സാധനങ്ങൾ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, അത് അൺബോക്സ് ചെയ്യാറുണ്ട്, അത് അൺബോക്സ് ചെയ്തതിന് ശേഷം അത് ഉപയോഗിച്ച് കാണിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ഹൈ ക്രെഡിബിലിറ്റി ഉള്ളൊരു പ്രൊഫൈലാണ് ഈ എംഫോടെക് ജിയോ മച്ചാൻ. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് കണ്ട് ആ വീഡിയോയിൽ നിന്ന് ഓക്കെ ഈ പ്രൊഡക്റ്റ് കൊള്ളാം എന്ന് പറഞ്ഞ് മേടിച്ച് ഇതുപോലെ മുടി പോയ ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ ബ്ലോക്ക് ആക്കിയിട്ടും അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാതെ പോകുന്നതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ പറ്റണം നമുക്ക്, അല്ലാതെ അയാളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് ചെയ്ത് പോയതിനൊരു ഡിഫറെൻറ്റ് സ്റ്റോറി ഉണ്ടോ എന്നുള്ളത് എന്താണെങ്കിലും ജിയോനോട് ചോദിക്കണം. ഞാൻ ജിയോനെ 1-2 വട്ടം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് ഫോണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ എല്ലാ സൈഡും പറയണമല്ലോ. ഇനി എന്തൊരു ന്യൂസൻസ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇയാൾ വ്യക്തി പറയുന്നതിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനടക്കം ഇതിന് മുമ്പ് ഒരു വട്ടം റിയാക്ട് ചെയ്ത വിഷയമാണ്. ഇപ്പോൾ വീണ്ടും ഇയാൾ ഈ റിയാക്ഷൻ വീഡിയോ ഈ വ്യക്തി ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പറയുന്നുണ്ട് സിനിമാ മോഹമായിട്ട് നാട്ടിൽ വന്നൊരു വ്യക്തിയാണ്, സിനിമയ്ക്ക് വേണ്ടി മുടി വളർത്തിയതാണ്. ഇതിപ്പോൾ അയാളുടെ ഒരു വാശിയാണ്. മനസ്സിലായോ? എൻ്റെ ഒരു വാശിയാണ്. കാരണം എന്നെ വാട്സാപ്പിൽ അയാൾ ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ റിപ്ലൈ ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു വാശിയാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇത് ചെയ്യും. സോ സംവെയർ ഐ ഫീൽ ലൈക്ക് ഓക്കെ ഒരു ഫെയിം എങ്ങാനും ഇതെന്ന് ഈ ചങ്ങായി ഒരു സംഗതി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലും കൂടി നമുക്ക് കാണുന്ന പ്രേക്ഷകർ എന്നുള്ളതായിരിക്കും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എത്ര പേർക്ക് തോന്നി എനിക്കറിയില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അയാൾ സഫർ ചെയ്യുന്നുണ്ട്. കാരണം ഈ ആദിവാസി എണ്ണ വാങ്ങി തേച്ചതിന് അയാളുടെ മുടി പോയി എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ട് അയാളെ സ്വന്തം മുടി കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്, അയാൾ തേച്ച എണ്ണക്കുപ്പി അയാൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതേപോലെ പ്രൊഡക്റ്റുകൾ ഞാനും മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിർത്തിയതാണ്. കാരണം 1-2 വട്ടം നമുക്ക് ചതി പറ്റുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. എത്രയോ ബ്യൂട്ടി പ്രൊഡക്ട്സ് നമ്മളുടെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ R&D ഡിപ്പാർട്ട്മെൻറ്റ് രാപ്പകലില്ലാതെ വർക്ക് ചെയ്ത് അതിന് ലൈസൻസ് എടുത്ത് അത് പല രീതിയിലുള്ള ടെസ്റ്റുകൾ കഴിഞ്ഞ് പല ലാബുകളിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് പല സ്പെസിമെൻറ്റിന് മുകളിൽ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ ബ്യൂട്ടി കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അതിന് എത്രയോ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഓരോ സർട്ടിഫിക്കറ്റ്സ് വേണം, എല്ലാം വേണം. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു സ്ഥലത്താണ് ഇതേപോലെ ആയുർവേദം ഓർഗാനിക് എന്നൊക്കെയുള്ള പേരിൽ ആദിവാസി കുറേ കുത്തിക്കയറ്റും, ഇല്ലെങ്കിൽ അമ്മൂമ്മയുടെ മറ്റേ എണ്ണ എന്ന് പറയും. കുറേ സാധനങ്ങളുണ്ട് ഇത് വിറ്റ് പോകാൻ ഒരു USP ആയിട്ടിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. പുരാതനമായ എണ്ണ, ഞങ്ങളെ പൂർവികർ ഉപയോഗിച്ച എണ്ണ, ആദിവാസി എണ്ണ, വൈദ്യരുടെ എണ്ണ, ഔഷധി, ഓർഗാനിക്, മുത്തശ്ശി, ഇങ്ങനെ കുറേ ടൈറ്റിലുകളുണ്ട് ഈ സാധനങ്ങളൊക്കെ വിറ്റ് പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രാൻഡിൽ ദ സെയിം അത് ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേകതരം സോക്കോൾഡ് ക്ലീഷേ ടൈറ്റിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ആദിവാസി എണ്ണയും വിറ്റ് കളഞ്ഞിട്ടുള്ളത് ഇവർ. ഓക്കെ, വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലുള്ള ടോപ്പ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ജിയോ പോലെ ടോപ്പ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സാധനം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ജിയോൻ്റെ ഭാഗത്തുനിന്ന് അത് അന്നേ നോക്കേണ്ടിയിരുന്നു. കാരണം അന്നേ ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് സംഗതി എന്താണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാവുമായിരുന്നു. കാരണം ഇവർ ഏത് രീതിയിലാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത്, ഇതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ, നമ്മുടെ നാട്ടിലെ നിയമത്തിനനുസരിച്ചിട്ട് തന്നെയാണോ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, അതോ ഏതെങ്കിലും സ്ഥലത്തൊരു ഉരുളിയിലുണ്ടാക്കി ചെയ്യാം. നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് താളീൻ്റെ ഇലയും ചെമ്പരത്തിപ്പൂവും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല സെറ്റപ്പിൽ ഒരു സാധനം ഉണ്ടാക്കി സ്വന്തം വീട്ടിലുള്ള കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും കൊടുക്കാൻ പറ്റില്ല. നമ്മളെ വീട്ടിനകത്തുള്ള ആളുകൾക്ക് വേണമെങ്കിൽ തലയിൽ തേച്ച് ഉപയോഗിച്ച് നമ്മളെ മുടി പോയാൽ നമുക്ക് നമ്മളെ തന്നെ സ്വയം കുറ്റം പറയാം. അല്ലാത്ത രീതിയിൽ ഇതേപോലൊരു സംഗതി ഇത്രയും വൈഡ്ലി ആളുകളുടെ ഇടയ്ക്ക് ബ്ലണ്ടായിട്ട് തുറന്നു വിടുമ്പോൾ അതിൻ്റെ ലീഗാലിറ്റി എന്താണ്, അതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ R&D ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്, R&D എത്ര കാലം നടന്നു, അത് എത്ര സ്പെസിമെൻ്റെ മുകളിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഏതൊക്കെ ഇവിടുത്തെ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് എന്നുള്ള
അപ്രൂവൽ അതിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ നോക്കിയിട്ട് വേണമായിരുന്നു ചെയ്യാൻ. ഇല്ലാന്നെങ്കിൽ എന്താ പറയുക, ഇതായിരിക്കും വിഷയം. ഈ വള്ളിയൊന്നും തലേന്ന് പോവില്ല. മനസ്സിലായി? കരുതി കൂട്ടി ഡിഫെയിം ചെയ്യാൻ വേണ്ടി ഒരാൾ വീഡിയോ ചെയ്താലടക്കം അതിന് നാളെ ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ മാറും ഇല്ലേ? അങ്ങനെയാണ് ഇവിടെ ഭയങ്കര എന്താ പറയുക, ഗവൺമെൻറ് റൂൾസ്, നോംസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ച് അതിൻ്റെ അണ്ടറിൽ അടക്കം പ്രൊഡക്ട്സ് പുറത്തിറക്കുന്ന ബ്രാൻഡുകളുടെ ഫേസ് ആയിട്ടിരിക്കുന്ന സെലിബ്രിറ്റീസിന് വരെ കേസും കൂട്ടും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞു, ദുൽഖർ സൽമാൻ അങ്ങനെ ഉണ്ടായത്. ആ ബിരിയാണി അരീൻ്റെ പരസ്യത്ത് പോയി നിന്നിട്ട് അതിൻ്റെ ഫേസ് ആയിട്ട് നിന്നിട്ട് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ലാസ്റ്റ് ആയ വള്ളി വന്നു. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഇതെല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് വേണം നാളെ ഒരു ബ്രാൻഡ് നമ്മൾ തൊട്ടറിഞ്ഞും നമ്മളത് ഓക്കെ നമ്മൾക്കത് പറ്റും, അല്ലെങ്കിൽ അത് എല്ലാവരുടെ ബോഡിക്കും ഡിഫറെൻ്റ് വേണം. അങ്ങനെയുണ്ട് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ അങ്ങോട്ട് എടുത്ത് വീഡിയോ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നവരോടാണ് പറയുന്നത്, ആദ്യം ഡിസ്ക്ലൈമർ കൊടുക്കണം, ടേംസ് അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കണുണ്ട്, ഇല്ലെങ്കിൽ കാര്യമില്ല. മനസ്സിലായില്ലേ? കാശ് കിട്ടും, ഓക്കെ ഫൈനാണ്. കാശ് ഇറക്കുന്ന ആളുകൾ പലരും വന്നിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കാശ് നിന്ന് നിങ്ങളെ കൊണ്ട് പല സാധനങ്ങളും പ്രൊമോട്ട് ചെയ്യും. പക്ഷെ നാളെ അതിന് വരുന്ന വള്ളികൾ, ഇപ്പോൾ ഈ ആദിവാസി ഓയിലിൻ്റെ വള്ളി ആദിവാസി ടീമുകൾ ഹിക്കി വന്നിട്ട് ഈ സാധനങ്ങൾ ഫേസ് ചെയ്യുമോ? ഇല്ല. അതാരുടെ തലയില? നേരെ ഇരിക്കുന്നത് ഈ ജിയോ മച്ചാൻ്റെ തലയിലല്ലേ. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എത്ര ആൾക്കാർ ഇനിയിപ്പോൾ ജിയോ മച്ചാൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ മേടിച്ചാൽ ഞങ്ങളെ മുടിയും പോയി എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സ്കാമാണ് ഈ ആദിവാസി ഓയിൽ എന്ന് പറയുന്നത്. സ്കാമിൽ പെട്ടവർ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ചിലപ്പോൾ മുന്നോട്ട് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഉത്തരം പറയാതെ മാറി നിൽക്കുന്നത് ശരിയല്ല. അതെന്താണെങ്കിലും ജിയോ ഉത്തരം കൊടുത്തേ പറ്റിയ വ്യക്തിക്ക്. അതോ ഇനി ഉത്തരം കൊടുത്തിട്ടുണ്ടോ, ഇയാളൊരു ന്യൂസൻസ് ആയിട്ട് നിന്നെ ഞാൻ ശല്യപ്പെടുത്തും, നിന്നെ ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞ് ത്രട്ടൻ ചെയ്ത് ഇറങ്ങിയതാണോ എന്നുള്ളത് അറിയില്ല. അതിനിപ്പോൾ ജിയോ തന്നെ പറയണം. പിന്നെ ഇത് എൻ്റെ മുടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്ത് DNA ടെസ്റ്റ് നോക്കി നടത്തിയാലും നിങ്ങൾക്ക് തെളിയിക്കാവുന്നതേ ഉള്ളൂ. ഇത് ജിയോ മച്ചാൻ്റെ മുടിയാണ് പോയെങ്കിൽ എന്തോരം വിഷമം ഉണ്ടാവും. എൻ്റെ മുടി റിയാദിലുള്ളവർക്ക്, എന്നെ നേരിട്ട് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ മുടീനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, എന്തോരം കെയർ ചെയ്യുന്നുണ്ടെന്ന്. പെട്ടെന്ന് വളരാൻ വേണ്ടി സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2023 വെട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ജിയോ മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ വളർത്തിയതാണ്. വേറെ ഒന്നും വേണ്ട. ജിയോ മച്ചാൻ്റെ ഇന്നത്തേക്ക് ഈ വീഡിയോ പരമാവധി ജിയോ മച്ചാനിലേക്ക് എത്തുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് അത്രത്തോളം വിഷമമുണ്ട്. ജിയോ മച്ചാൻ എന്തായാലും എന്നെ നേരിട്ട് വന്ന് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ജിയോ മച്ചാൻ അത്രയ്ക്ക് സത്യസന്ധനായ ഒരാളാണ്. അപ്പോൾ ജിയോ മച്ചാൻ്റെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഓക്കെ മച്ചാനെ. അപ്പോൾ മച്ചാനോട് സ്നേഹം മാത്രം. ജിൽ മാളവന. ഞാൻ ജിയോ മച്ചാൻ അയച്ച മെസ്സേജുകളാണ് കണ്ടോ. ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചതിൻ്റെയും ഇതൊക്കെ, ഞാൻ ലൈവ് പോയതിൻ്റെയും എല്ലാം, പിന്നെ വോയിസുകൾ എല്ലാം ആൾ കേട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആൾ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയി. ഒരു റിപ്ലൈയും തന്നില്ല, ബ്ലോക്ക് ചെയ്ത് പോയി. ഞാൻ ആളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അതിൻ്റെ വോയിസും എല്ലാം പറഞ്ഞു. ഞാനൊരു അനാവശ്യമായിട്ടൊരു കാര്യവും പറഞ്ഞില്ല. മച്ചാനോട് അത്ര വിശ്വാസവും അത്ര ജെന്യൂനായതിൻ്റെ പേരിലാണ് ഞാൻ മച്ചാനോട് അങ്ങനെ പറഞ്ഞത്. ഇപ്പോഴും മച്ചാനോട് എനിക്കൊരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. മച്ചാനൊന്ന് ജസ്റ്റ് വന്ന് കണ്ട് അപ്പോൾ തീരാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ മച്ചാനോട് ഇപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. മച്ചാൻ അത്രയ്ക്ക് വേറെ ലെവലാണ്. കാരണം എന്ന് വെച്ചാൽ മച്ചാൻ്റെ കഴിവ് കൊണ്ട് കയറി വന്ന ഒരാളാണ്. അത് മച്ചാനെ കരിവാരി തേക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. മച്ചാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ചെയ്യുക ഈ കാര്യങ്ങൾ. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ തല പെട്ടയായിക്കൊണ്ടിരിക്കുകയാണ്, രക്ഷയില്ല. അപ്പോൾ ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ വീഡിയോ കാണുമ്പോൾ ഇയാളത് കരുതി കൂട്ടി മുടി എന്താ പറയുക അങ്ങോട്ട് വലിച്ചു പറിച്ചു കളഞ്ഞ് അങ്ങനെ തോന്നുന്നില്ല. സംഗതി എണ്ണ വെച്ചപ്പോൾ തന്നെ പോയതാവാനുള്ള ചാൻസസ് ഞാൻ പറയുന്നത്. അതൊക്കെ ഇനിയിപ്പോൾ ടെസ്റ്റോ കാര്യങ്ങളോ പരിപാടികളൊക്കെ ചെയ്യണം. ഇയാൾ പറയുന്നുണ്ട് അങ്ങനെ കരുതി കൂട്ടി ജിയോ മച്ചാനെ മോശക്കാരനാക്കി സൊസൈറ്റിയുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അറ്റ്ലീസ്റ്റ് എനിക്കൊരു റിപ്ലൈ തന്നില്ല, അത് റിപ്ലൈ തന്നിരുന്നെങ്കിലെങ്കിലും എന്നുള്ളൊരു മൂഡിലാണ് ഇയാൾ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ എനിക്ക് ഈ വ്യക്തിയോട് പറയാനുള്ളത് എന്താ അറിയും, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഹാംഫുൾ എഫക്റ്റ് ഈ ഒരു ഓയിൽ തേച്ചത് കൊണ്ടാണ് ഉണ്ടായെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ എ ടെസ്റ്റ്, ഗോ ഫോർ എ കേസ്. ഞാൻ അത്രേ പറയുള്ളൂ. അല്ലാതെ നിങ്ങളിനിപ്പോൾ 10 വീഡിയോ ഇട്ടിട്ട് ജിയോ മച്ചാൻ നിങ്ങളെ വീട്ടിൽ വന്ന് ആകെ ചെയ്യാനുള്ളത് എന്താ? ജിയോയ്ക്ക് അയ്യോ പാവം ഞാൻ ചെയ്തു പോയി, സോറി ബ്രദർ, പറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് അങ്ങനെ ആ വഴിക്കാണ് പോവാം. മനസ്സിലായോ? അതൊരു വീഡിയോ ആയിട്ട് വരും, അത്ര തന്നെ.
അല്ലാതെ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റായി എന്നുള്ള ഒരു ബെനിഫിറ്റും ഇല്ല. പോയത് നിങ്ങളെ മുടി പോയി, അത്ര തന്നെ. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതിനും നല്ലത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ട് ഇവിടെ ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദുൽഖറിനെതിരെയും മമ്മൂട്ടിക്കെതിരെയൊക്കെ കേസ് വരാമെന്നാണെന്നുണ്ടെങ്കിൽ ആരാണോ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫേസ് ആയിട്ട് നിന്നാൽ അവർക്കെതിരെയും വരും. ആരാണോ പ്രൊമോട്ട് ചെയ്താൽ അവർ ഉത്തരം പറയേണ്ടി വരും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അത്രയും അപ്പം നിങ്ങളെ മാത്രമല്ല കെയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ജിയോ മച്ചാൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഈ എണ്ണ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവും. അവരുടെയൊക്കെ എന്താ എഫക്റ്റോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. ഓക്കെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പ്രശ്നം വന്നു, നിങ്ങളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്തത് ആശാന് കുറച്ച് എന്താ ഒരു ഫെയിമിന് വേണ്ടി ചെയ്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി തോന്നി. സംഗതി ജെന്യൂൻ ആയിട്ടുള്ള സംഗതിയാണല്ല. അപ്പോൾ ഒരാൾ മുടിയൊന്നും എടുത്ത് വെക്കില്ലല്ലോ. ഒരു കുപ്പി ഫുള്ള് കാലിയായിട്ടുണ്ട്, മുടി ഫുള്ള് കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ടെസ്റ്റോ കാര്യങ്ങളോ ചെയ്യാതെ മനസ്സിലാവില്ല എന്തുകൊണ്ടുള്ള മുടി കൊഴിച്ചിലാണെന്നുള്ളത്. എണ്ണ കൊണ്ട് തന്നെയാണോ എന്നുള്ളതും നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും ഇതെൻ്റെ സർക്കിളിലുള്ള കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിനൊരു പാഠമാവട്ടെ. കാരണം എത്ര കാലം മുന്നേ നിങ്ങൾ ചെയ്തൊരു പരിപാടിയാണെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളത് എങ്ങനെയുണ്ട് യൂസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലും പറയുക, ഇതൊരു പ്രൊമോഷനാണ്, ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, നിങ്ങളും ഉപയോഗിക്കുമ്പോൾ കെയർഫുൾ ആവണം. പിന്നെ ഇതേപോലെയുള്ള ആളുകൾ വന്ന് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ നമ്മളിന്നും വിശ്വസിച്ച് ചാടിപ്പോയി ഈ സാധനം ഒന്നും വാങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വന്നിട്ട് ചായപ്പൊടി ഓടിച്ചോ അല്ലെങ്കിൽ ഒരു അച്ചാർ പൊടി ഓടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ചെയ്യാതിരിക്കുക. മനസ്സിലായില്ല? നിങ്ങൾക്ക് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ഇനി വാങ്ങിയാൽ തന്നെ അതിപ്പോൾ ഒന്നിച്ചെടുത്ത് തലയിൽ കമുത്തുക, അല്ലെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒന്നിച്ചെടുത്ത് മേത്ത് വയ്ക്കുക. നോ, അതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാനും അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് വരുന്നതെന്ന് അറിയാൻ കുറച്ചായിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ സ്കിന്ന് ഡിഫറെൻ്റ് ആണ്, നമ്മുടെയൊക്കെ ബോഡി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ബോഡിയൊക്കെ പലരിതും പല രീതിയിലായതുകൊണ്ട് പല കെമിക്കൽസിനോടും പല രീതിയിൽ റിയാക്ട് ചെയ്യും ബോഡി. അപ്പോൾ അതൊക്കെ നമ്മളൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ എല്ലാവരുടെ ബോഡിക്കും പറ്റുന്ന എല്ലാ ബോഡി ടെക്സ്ചറിനുള്ള സാധനങ്ങളൊന്നും ആർക്കും ഇറക്കാൻ പറ്റില്ല. ഇവിടെ ഭയങ്കരമായിട്ട് ഹൈലി ഇൻവെസ്റ്റഡ് ആക്കിയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികൾക്ക് അടക്കം ഒരു ഹെയർ ഓയിലോ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റോ എല്ലാവർക്കും പറ്റുന്ന രീതിയിലെന്ന് പറഞ്ഞാൽ ഇറക്കാൻ പറ്റില്ല. സോ ഓരോ സ്കിൻ കണ്ടീഷന് ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ട് ഓരോ സാധനങ്ങൾ ചിലപ്പോൾ ഹാംഫുൾ ആവും, ചിലപ്പോൾ എഫക്റ്റീവ് ആവും. മനസ്സിലായില്ല? ചിലപ്പോൾ ഇതേ എണ്ണ ചിലപ്പോൾ എഫക്റ്റീവ് ആയവരുണ്ടാവും, പക്ഷെ അവരാരും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഈ എണ്ണ തേച്ചത് കൊണ്ട് മുടി പനങ്കൊല പോലെ വളർന്നു എന്നുള്ളതൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം എന്താണെങ്കിലും ഇതിനകത്ത് ചെറിയൊരു ഈഗോയുടെ വിഷയമുണ്ട്. ഇതിനകത്ത് ജിയോയുടെ ഭാഗത്തുനിന്നാണെങ്കിലും തിരിച്ച് റിപ്ലൈ കൊടുക്കാത്തത്, അയാൾ കാണിച്ച ചാറ്റിൽ ജിയോ റിപ്ലൈ കൊടുത്തിട്ടില്ല. സോ റിപ്ലൈ കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്താണെങ്കിലും ഞാൻ പറയുന്നത് ഈ വ്യക്തിയോട് യു ബെറ്റർ ഗോ ഫോർ എ കേസ്, അതല്ലേ നല്ലത്. ഇത് അല്ലാതെ 10 വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ കാര്യമില്ല. നിങ്ങൾ ജെന്യൂനായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ വേണോ അല്ലെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി വേണോ, നിങ്ങളൊരു കേസിന് വയ്ക്കൂ, അതല്ലേ നല്ലത്. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞല്ലോ ഒരു 50-50 ഫീലിംഗ് കിട്ടും. ഇപ്പോൾ എനിക്കാണെങ്കിലും ഈ വീഡിയോ ചെയ്യാൻ എടുത്തപ്പോൾ എൻ്റെ ഫീലിംഗ് ഇങ്ങനെയായിരുന്നു. ചേട്ടാ ഇയാളെന്താ ഇത്രയും മുടിയൊക്കെ പോയിട്ട് മുടിയോട് ഇത്ര സ്നേഹിക്കുന്ന, മുടിയെ എത്ര സ്നേഹിക്കുന്ന, ആ മുടി വെച്ച് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ജോലിയും കളഞ്ഞ് വന്നൊരാൾ ഇപ്പം എന്തിനത് ഇങ്ങനെ കരഞ്ഞു വിളിച്ച് വീഡിയോ കൊണ്ട് ആവശ്യം എന്താ? അയാൾക്ക് പ്രോപ്പറായിട്ട് കുപ്പി കയ്യിലുണ്ട്, മുടി പോയത് കയ്യിലുണ്ട്, വീഡിയോ ജിയോൻ്റെ ലിങ്കും കാര്യങ്ങളും ഉണ്ട്, കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ ഇന്നാളുടെ വീഡിയോ കണ്ടിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ സാധനം ജിയോ അവിടെ വരുമല്ലോ, അവിടുന്ന് പറയാമല്ലോ നിങ്ങൾക്ക്. സോ അവിടെ ഞാൻ പറഞ്ഞത് സംതിങ് ഫിഷി. ലൈക്ക് ഓക്കെ, സംഗതി പോയത് പോയി, എന്നാൽ ഇനിയിപ്പോൾ ജിയോൻ്റെ ഇടയിൽ കൂടി ശേഷം റീച്ച് എന്നുള്ള ഇയാൾ ആഗ്രഹിക്കുന്നു എന്നൊരു സംശയം കൂടി ഉണ്ട്.